ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ചാട്ടം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ബി.ജെ.പിക്ക് ഇതിലൂടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടവും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുന്ന തകർച്ചയും ഈ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബി.ജെ.പി വളരെ നേരത്തെ തന്നെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പണി തുടങ്ങിയിരുന്നു എന്ന് വേണം കരുതാൻ. രാമക്ഷേത്രമായിരുന്നു ഇതിന്റെ തുടക്കമെന്ന് ബി.ജെ.പി നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ബീഹാറിലേത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. നിതീഷ് കുമാറിന്റെ വരവോടെ ഇന്ത്യ സഖ്യത്തിന്റെ അടിത്തറ തന്നെ തകർന്നുവെന്നാണ് ഇപ്പോൾ ബി.ജെ.പി വിലയിരുത്തുന്നത്. നിലവിലെ സാഹചര്യം ബി.ജെ.പിക്ക് അനുകൂലമായി കൊണ്ടിരിക്കുകയാണ്. നിതീഷിന്റെ വരവോടെ ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ മാർജിനുള്ള വിജയം എൻ.ഡി.എ ഉറപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നിതീഷുമായി കൈകോർത്തപ്പോൾ 39 സീറ്റുകൾ എൻ.ഡി.എ സ്വന്തമാക്കിയിരുന്നു. ഇത്തവണ അത് ആവർത്തിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം നൽകുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ആദ്യത്തേത് നിതീഷിന്റെ മാറ്റം തന്നെയാണ്. ഇന്ത്യ സഖ്യം നിലവിൽ വരാൻ തന്നെ കാരണം നിതീഷാണ്. സഖ്യത്തിന്റെ ദൗർബല്യം കരുത്തുമെല്ലാം കൃത്യമായി നിതീഷിനറിയാം. ഇതിനു പുറമെ ഇന്ത്യ സഖ്യത്തിൽ ഐക്യമില്ലായ്മ വലിയ പ്രശ്നമായി ഉയരുന്നുണ്ട്. കോൺഗ്രസുമായി തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവർക്കൊന്നും ഐക്യമില്ല. ബീഹാറിൽ കോൺഗ്രസ് വേണ്ട ഇടപെടൽ നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് RJD-യിൽ നിന്ന് കൂടുതൽ സീറ്റുകൾക്കായി വിലപേശൽ കോൺഗ്രസ് നടത്തിയേക്കും എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ അത് RJD നൽകുന്ന കാര്യം വലിയ സംശയമാണ്. നിതീഷിന്റെ മാറ്റം ഈ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കാം എന്നതിലുപരി നിതീഷ് പോയതോടെ RJD-യുടെ കരുത്ത് ചോരും എന്ന കാര്യവും ഉറപ്പാണ്. നിതീഷ് കൂടെ നിൽക്കുമ്പോൾ അവരുടെ അടിസ്ഥാന വോട്ടുകൾ ശക്തമായി മാറും. ഇനി ആ പേടി ബി.ജെ.പിക്കില്ല. സീറ്റ് വിഭജനത്തിൽ നിതീഷിനെ നിയന്ത്രിക്കാനും ബി.ജെ.പിക്ക് ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എത്രയും പെട്ടെന്ന് നിതീഷിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള ശ്രമങ്ങളായിരിക്കും ബി.ജെ.പി നടത്തുക. അതിലൂടെ സമ്പൂർണമായ നിയന്ത്രണം ബീഹാറിൽ ബി.ജെ.പിക്ക് ലഭിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിനെ ദുർബലമാക്കിയത് പിന്നണിയിലിരുന്ന ബി.ജെ.പിയുടെ നീക്കങ്ങൾ തന്നെയായിരുന്നു. ഭരണം വീണ്ടും ലഭിച്ചതോടെ JD-യുവിനെ പൂർണ്ണമായും തകർക്കാനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നത്. ഗിരിരാജ് സിംഗ് അടക്കമുള്ള നേതാക്കൾ ഒറ്റയ്ക്ക് ഭരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ഇത് ഉറപ്പായും JD-യുവിനെ തകർക്കും എന്ന കാര്യം ഉറപ്പിക്കാൻ കഴിയും. അതേസമയം ബി.ജെ.പിയുടെ നയപരമായ തീരുമാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് ഒറ്റക്കെട്ടായ അഭിപ്രായമില്ലാത്തതും നേട്ടം NDA-ക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. രാമക്ഷേത്ര വിഷയത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്ന് എങ്ങും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇടത് പാർട്ടികൾ മാത്രമാണ് അങ്ങനെ ആവശ്യപ്പെട്ടത്. ഇതെല്ലാം സഖ്യത്തിൽ യോജിപ്പില്ല എന്ന സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. ഇത്തവണ ഭാരത് ജോഡോ യാത്ര പരമാവധി വിവാദമാക്കി വാർത്തയിൽ നിറയാനും രാഹുൽ ഗാന്ധി അടക്കമുള്ള മറ്റുള്ള എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചെങ്കിലും അതും കാര്യമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, അസമിൽ ഒരു സീറ്റെങ്കിലും കോൺഗ്രസ് നേടുമെന്നൊരു വിശ്വാസവും പ്രതീക്ഷയും നേതാക്കൾക്കില്ല എന്നുകൂടി പറയണം. അങ്ങനെ നിതീഷ് NDA മുന്നിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ബി.ജെ.പി ആയിരിക്കും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒപ്പം ബീഹാറിൽ ഇനി നിതീഷ് കുമാറിന്റെ കാലം അസ്തമിക്കാൻ പോകുന്നു. ഒപ്പം ഇന്ത്യ മുന്നണിയുടെ തകർച്ചയുടെ തുടക്കമാകും ഇതെന്നും നിരീക്ഷിക്കുന്നവരുണ്ട്.